വിവിധ സംഖ്യാന സമ്പ്രദായങ്ങൾ. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. ദശാംശ സംഖ്യാന സമ്പ്രദായങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന സംഖ്യാന സമ്പ്രദായം നിലവിൽ വന്നത് 1957 മുതലാണ്. അപ്പോൾ അതിനു മുമ്പ് പല പല സംഖ്യാന സമ്പ്രദായങ്ങളും നിലവിലുണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യമകാലങ്ങളിൽ എണ്ണൽ സംഖ്യകളെല്ലാം കണ്ടെത്തുന്നതിന് മുമ്പ് അവർ എണ്ണിയിരുന്നത് ഓരോ രീതിയിലായിരുന്നു. ഒരു വീട്ടിൽ കുറച്ച് ആടുകളുണ്ടെങ്കിൽ രാവിലെ അവയെ മേക്കാൻ വിടുന്ന സമയത്ത് അവയുടെ എണ്ണം എടുത്തിരുന്നത് ഓരോ ആടിന് പകരം ഓരോ കല്ല് പെറുക്കിക്കൊണ്ടായിരുന്നു. വൈകുന്നേരം ആടുകളെല്ലാം വരുന്ന സമയത്ത് ഓരോ ആടും കൂട്ടിൽ കയറുന്ന സമയത്ത് അതിന് ഈക്വലായിട്ടുള്ള ഓരോ കല്ല് മാറ്റിവെക്കും. ഇങ്ങനെയായിരുന്നു അവർ എണ്ണം തിട്ടപ്പെടുത്തിയിരുന്നത്. ഇങ്ങനെ കല്ലുകളും ആടുകളും ഈക്വൽ ആണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ആടുകളും തിരിച്ചെത്തി എന്ന്. എന്നാൽ ഒരു കല്ല് ബാക്കി വന്നാൽ അവർക്ക് മനസ്സിലാക്കാം ഒരെണ്ണം മിസ്സിംഗ് ആണ്. അവിടെ എണ്ണമല്ല, ഇപ്പോൾ 2 കല്ലാണ് ബാക്കി എന്നെങ്കിൽ ഇതാണ് അവരുടെ പറഞ്ഞ് മനസ്സിലാണ്ടല്ലോ, ഒരു കല്ലിന് ഒരു ആട് എന്നുള്ള രീതിയിൽ. നേരെ മറിച്ച് കല്ലുകൾ കഴിഞ്ഞ് ആടുകൾ വീണ്ടും 2 3 കൂടുതൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാം എക്സ്ട്രാ ആടുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നതും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് പല പല സംഖ്യാന സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട സംഖ്യാന സമ്പ്രദായത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബാറ്റ സമ്പ്രദായം, അങ്ങനെ ഒരുപാട് സമ്പ്രദായങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ആരാണ് 0 കണ്ടുപിടിച്ചത്? 0 കണ്ടുപിടിച്ചത് ആരാണ്? നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇന്ത്യക്കാരാണ് 0 കണ്ടുപിടിച്ചത്. അതെ, ഇന്ത്യക്കാർ തന്നെയാണ് 0 കണ്ടുപിടിച്ചത്. എന്നാൽ ഏത് വ്യക്തിയാണ് 0 കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പലരും 2 ആൻസറുകൾ നമുക്ക് കിട്ടാറുണ്ട്. ചില ആളുകൾ പറയും ആര്യഭടനാണ് 0 കണ്ടുപിടിച്ചതെന്ന്. ചില ആൻസർ കിട്ടുന്ന കാണാം ബ്രഹ്മഗുപ്തനാണ് 0 കണ്ടുപിടിച്ചത്. ഇവിടെ 2 കൺഫ്യൂഷൻ ആയിട്ടുള്ള ആൻസറുകളാണ്. എന്നാൽ 0 കണ്ടുപിടിച്ചത് ആര്യഭടൻ തന്നെയാണ്. അദ്ദേഹം 0 കണ്ടുപിടിച്ചു എന്നല്ലാതെ 0ന്റെ ക്രിയകളൊന്നും അദ്ദേഹം ചെയ്തതില്ല. 0 കണ്ടുപിടിച്ചത് ആര്യഭടൻ തന്നെയാണ്. എന്നാൽ 0ത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തി 0 എങ്ങനെയാണ് കൂട്ടേണ്ടത്, അതിൻ്റെ കുറയ്ക്കേണ്ടത് എങ്ങനെയാണ്, ഹരിക്കേണ്ടത് എങ്ങനെയാണ്, ഗുണിക്കേണ്ടത് എങ്ങനെയാണ്, ഇതുപോലെ 0ത്തിൻ്റെ എല്ലാ ക്രിയകളും ചെയ്ത ഒരു വ്യക്തിയാണ് ബ്രഹ്മഗുപ്തൻ. ഇവിടെ അറബികൾ കച്ചവടത്തിന് ഇന്ത്യയിൽ വന്ന സമയത്താണ് ഈ ബ്രഹ്മഗുപ്തൻ ഇതുപോലെ 0ത്തിൻ്റെ ക്രിയകൾ, ചതുഷ്ക്രിയകൾ എന്നാണ് പറയാം, ചതുഷ്ക്രിയ നിയമങ്ങൾ. മാത്സിലെ 4 ക്രിയകളാണ് കൂട്ടല്, കുറയ്ക്കല്, ഗുണനം, ഹരണം. ഈ 4 ക്രിയകളെ നമ്മൾ ചതുഷ്ക്രിയകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചതുഷ്ക്രിയ നിയമങ്ങൾ ആവിഷ്കരിച്ച ബ്രഹ്മഗുപ്തന്റെ ഒരു പുസ്തകമാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്ത. ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്ന പുസ്തകത്തിൽ അദ്ദേഹം 0ത്തിൻ്റെ ചതുഷ്ക്രിയ നിയമങ്ങൾ ആവിഷ്കരിച്ചു. അങ്ങനെ അറബികൾ, നമ്മുടെ നാട്ടിൽ കച്ചവടത്തിന് വേണ്ടി വന്നിരുന്ന അറബികൾ ഈ 0 കണ്ടുപിടിച്ച വിവരം അവരറിയുകയും അവരതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ അറബികൾ ഈ ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്ന പുസ്തകം അവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ആ പുസ്തകത്തിൻ്റെ പേരാണ് സിന്ധ് ഹിന്ദ്. അങ്ങനെ അറബികളാണ് ഈ 0 ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും, 0 കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇന്ത്യക്കാരാണ് 0 കണ്ടുപിടിച്ചത്. എന്നാൽ 0 ലോകത്ത് പ്രചരിപ്പിച്ച വ്യക്തികൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അറബികളാണ് 0 ലോകത്ത് പ്രചരിപ്പിച്ചത്. അതോടുകൂടി ഇന്ത്യ ലോകം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രഹ്മഗുപ്തനും ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങി. ഗണക ചക്ര ചൂടാമണി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു ബ്രഹ്മഗുപ്തൻ. 2 പേരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗണക ചക്ര ചൂടാമണി എന്നും കാണാറുണ്ട്, ഗണിത ചക്ര ചൂടാമണി എന്നും കാണാറുണ്ട്. എന്തു തന്നെയായാലും ഈ അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ബ്രഹ്മഗുപ്തൻ. ഒരു തവണ PSCക്ക് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, രാജസ്ഥാൻ ലോകത്തിന് സംഭാവന നൽകിയ ഗണിത ശാസ്ത്രജ്ഞൻ ആര് എന്നതായിരുന്നു ചോദ്യം.
എന്ന് പറഞ്ഞാൽ ബ്രഹ്മഗുപ്തൻ രാജസ്ഥാൻ സ്വദേശിയാണ്. അപ്പോൾ ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രാജസ്ഥാൻ. രാജസ്ഥാൻ ലോകത്തിന് സംഭാവന നൽകിയ ഗണിതശാസ്ത്രജ്ഞനാണ് ബ്രഹ്മഗുപ്തൻ. അദ്ദേഹത്തിൻ്റെ അപരനാമമാണ് ഗണക ചക്ര അല്ലെങ്കിൽ ഗണിത ചക്ര ചൂടാമണി എന്നത്. അദ്ദേഹത്തിൻ്റെ പൂജ്യത്തിൻ്റെ ചതുഷ്ക്രിയ നിയമങ്ങൾ ആവിഷ്കരിച്ച പുസ്തകമാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്തം. അദ്ദേഹം ആ പുസ്തകത്തിൽ പൂജ്യത്തെക്കുറിച്ച് മാത്രമല്ല നെഗറ്റീവ് സംഖ്യകളെ കൂടി അദ്ദേഹം അതിൽ എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആദ്യമായിട്ട് നെഗറ്റീവ് സംഖ്യകൾ കണ്ടുപിടിച്ചതും ഇന്ത്യക്കാരൻ തന്നെയാണ്, അതും ബ്രഹ്മഗുപ്തൻ തന്നെയാണ്. തെളിവ് ബ്രഹ്മസ്ഫുട സിദ്ധാന്തം. ഇനി ഇതിൽ മറ്റൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ബ്രഹ്മഗുപ്തനാണ് പൂജ്യത്തിൻ്റെ 4 ക്രിയകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്. പൂജ്യവും മറ്റുള്ള സംഖ്യകളുമായി കൂട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പൂജ്യവും മറ്റുള്ള സംഖ്യകളുമായിട്ട് കുറക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആൻസർ കിട്ടേണ്ടത്, അതുപോലെ ഗുണിക്കുമ്പോൾ എന്താണ് ആൻസർ കിട്ടേണ്ടത്. പക്ഷേ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്രഹ്മഗുപ്തന്. നമുക്കറിയാം പൂജ്യത്തെ ഏതൊരു സംഖ്യ കൊണ്ടും ഡിവൈഡ് ചെയ്താൽ ഉത്തരം 0ആണ്. 0 എന്ന് പറഞ്ഞാൽ 0ആണ്. പൂജ്യത്തെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 0 തന്നെയാണ്. അതുപോലെ ബ്രഹ്മഗുപ്തൻ പറഞ്ഞു ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 0ആണ്. എന്നാൽ ഇത് നമുക്കറിയാം ഇത് തെറ്റാണ്. ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 0 അല്ല, ഇൻഫിനിറ്റിയാണ്, അനന്തമാണ്. എന്നാൽ ബ്രഹ്മഗുപ്തൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 0ആണ് എന്നാണ്. എന്നാൽ 150 വർഷങ്ങൾക്ക് ശേഷം ഭാസ്കരാചാര്യർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭാസ്കര സെക്കൻഡ് ആണ് പൂജ്യത്തെ ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം അനന്തമാണ്, അതിനെ ഇൻഫിനിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് തെളിയിച്ചത്. ഭാസ്കരാചാര്യർ ആരുടെ പേരാണ് ഭാസ്കരാചാര്യർ? അതെന്താ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? അതെ, 2 വ്യക്തികളാണ് ഉള്ളത്. ഭാസ്കര 1 ഉണ്ട്, ഭാസ്കര 2 ഉണ്ട്. ഭാസ്കര 1 ആണ് പൂജ്യത്തിന് ഈ സിമ്പിൾ കൊടുത്ത ഗണിത ശാസ്ത്രജ്ഞനാണ് ഭാസ്കര 1. എന്നാൽ ഭാസ്കര 2നെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം അനന്തമായിരിക്കും എന്ന് തെളിയിച്ചത് ഭാസ്കര 2 ആണ്. അദ്ദേഹത്തെയാണ്, ഈ ഭാസ്കര 2നെയാണ് ഭാസ്കരാചാര്യർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സിദ്ധാന്ത ശിരോമണി. അതിലെ ലീലാവതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അങ്ങനെ അറബികൾ 0 ലോകത്ത് പ്രചരിപ്പിച്ചു. അതിനുശേഷം ഇന്ത്യക്കാർ, നമ്മൾ പറഞ്ഞു 0 കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. അതുപോലെ തന്നെ 1 2 3 4 5 6 7 8 9 എന്നീ 10 ആധാരമായിട്ടുള്ള സംഖ്യാന സമ്പ്രദായം ഇന്ത്യക്കാർ തന്നെയാണ് കണ്ടുപിടിച്ചത്. എന്നാൽ അന്ന് ഇങ്ങനെയല്ല എഴുതിയിരുന്നത്. ഇങ്ങനെയുള്ള സിമ്പിളുകളെല്ലാം കൊടുത്തത് വിദേശികളാണ്. 0 മുതൽ അന്ന് 1 ഓരോ പേരുകൾ, ദശ, സഹ, ഇതുപോലുള്ള പേരുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇങ്ങനെ ദശസംഖ്യാന സമ്പ്രദായം 0 മുതൽ 9 വരെയുള്ള ദശസംഖ്യാന സമ്പ്രദായം നിലവിൽ വരുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഓരോ സംഖ്യകൾക്കും ഓരോ ശാസ്ത്രന്മാരുടെ സംഭാവനകളുണ്ട്. അറബികൾ ഇന്ത്യയിലുള്ള സമയത്ത് ഈ ഒരു സമ്പ്രദായം അവർ ലോകത്ത് പ്രചരിപ്പിച്ചു. എന്നാൽ ലോകത്തിൽ സംഖ്യകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതുപോലുള്ളൊരു ദശസംഖ്യാന സമ്പ്രദായം നിലവിലില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം ദശസംഖ്യാന സമ്പ്രദായം നിലവിൽ വരുന്നത് ഇന്ത്യയിലാണെങ്കിലും അത് ലോകത്ത് പ്രചരിപ്പിച്ചത് അറബികളായതുകൊണ്ട് തന്നെ ആ അറബികൾക്ക് ലോകത്ത്, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം ലോകത്ത് അറിയപ്പെടാൻ കാരണക്കാരായ അറബികൾ. അതുകൊണ്ട് തന്നെ ഈ സംഖ്യകൾക്ക് മറ്റൊരു പേരും കൂടി നമുക്ക് വിളിക്കാവുന്നതാണ് ഹിന്ദു അറബിക് സംഖ്യാന സമ്പ്രദായം. അപ്പോൾ എന്താണ് ഹിന്ദു അറബിക് സംഖ്യാന സമ്പ്രദായം എന്ന് ചോദിച്ചാൽ 0 മുതൽ 9 വരെ 10 ആധാരമുള്ള സംഖ്യാന സമ്പ്രദായത്തെ നമുക്ക് ഹിന്ദു അറബിക് സംഖ്യാന സമ്പ്രദായം അല്ലെങ്കിൽ ഇന്തോ അറബിക് സംഖ്യാന സമ്പ്രദായം എന്നും വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ നമ്മൾ വിളിക്കുന്നു ഡീനറി സംഖ്യകൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ 10 ആധാരമായിട്ടുള്ള സംഖ്യാന സമ്പ്രദായങ്ങൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ദശസംഖ്യാന സമ്പ്രദായങ്ങൾ എന്ന് വിളിക്കുന്നു. മറ്റൊന്ന് ഹിന്ദു അറബിക് സംഖ്യാന സമ്പ്രദായം അല്ലെങ്കിൽ ഇന്തോ അറബിക് സംഖ്യാന സമ്പ്രദായം. ഇങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ പേരുകളെല്ലാം നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റൊരു സംഖ്യാന സമ്പ്രദായത്തിലേക്ക് വരികയാണ്. അതായത് 0 1